ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ ഒരു 19th ഡേ ഓഫ് ചലഞ്ച് ആണ്. ഇന്ന് നമ്മൾ ഒരു ബിസിനസ് സിസ്റ്റത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 3 എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകങ്ങൾ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ടിങ് മുതൽ ഒരു ബില്ലിംഗ് സിസ്റ്റം നമ്മൾ കീപ്പ് ചെയ്യുക. കാരണം നമ്മളൊരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ബില്ല് കൊടുക്കുമ്പോൾ ആ കസ്റ്റമറുമായിട്ടുള്ളൊരു ട്രസ്റ്റാണ് അവിടെ ഒരു ബിൽഡ് ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മുടെ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സെയിൽസ് ഒക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നമ്മുടെ ഒരു ബിസിനസ് സിസ്റ്റത്തിനകത്ത് ഒരു ബില്ലിംഗ് സിസ്റ്റം മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ നോട്ട് ബുക്കിനകത്തോ ഒരു റെസിപ്റ്റ് ബുക്കിനകത്തോ ഒക്കെ ആദ്യം മുതൽ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ നമുക്ക് എഴുതി തുടങ്ങാം. അതല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റോ എക്സൽ ഷീറ്റിനകത്തൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്കിപ്പോൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ ഒരുപാട് ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബില്ലിംഗ് സിസ്റ്റം റെക്കോർഡ് ചെയ്യാം. സോ ഒരു സെയിൽസിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബില്ലിംഗ് സിസ്റ്റം വളരെയധികം മസ്റ്റാണ്. ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇൻവെന്ററി സിസ്റ്റമാണ്. നമുക്കറിയാം, നമ്മളൊരു ചെറിയ ബിസിനസ്സോ വലിയ ബിസിനസ്സോ ആയിക്കോട്ടെ, അതിനകത്ത് നമുക്ക് ഒരു ഇൻവെന്ററി സിസ്റ്റം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മസ്റ്റാണ്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഡെഡ് സ്റ്റോക്ക് ഉണ്ട്, നമ്മുടെ കയ്യിൽ എത്ര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എത്ര സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇൻവെന്ററി സിസ്റ്റം കൂടിയേ തീരൂ. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്രൈസിങ് സിസ്റ്റമാണ്. നമുക്കറിയാം, ഒരു പ്രൈസ് നിശ്ചയിച്ച് കഴിയുമ്പോൾ ആ പ്രൈസ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് സിസ്റ്റം ആയിരിക്കണം. നമുക്ക് ഒരുപാട് കോസ്റ്റുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ കോസ്റ്റിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് നമുക്കൊരു പ്രൈസിങ് സിസ്റ്റത്തിലൂടെ അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കണം. കാരണം നമുക്ക് ഒരുപാട് ഇപ്പോൾ ലേബർ കോസ്റ്റ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, റെൻറ്റ്, അങ്ങനെ നിരവധി കോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, മെറ്റീരിയൽ കോസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ ആ കോസ്റ്റുകളെല്ലാം നമ്മൾ താരതമ്യം ചെയ്തിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റിന് എത്ര പ്രൈസ് ഇട്ടാൽ നമുക്കത് ലാഭത്തിൽ വിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 350 ഒക്കെയാണ് നമ്മുടെ കോസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നതെങ്കിൽ അതിനൊരു 700 ഒക്കെ നമുക്കത് സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നോർമൽ പ്രൈസാണ് സെല്ല് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മളൊരു പ്രൈസ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു പ്രോഫിറ്റ് നമ്മുടെ ബിസിനസ്സിനകത്ത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബില്ലിംഗ് സിസ്റ്റം നിങ്ങൾക്കുടെ സെയിൽസിനെ എത്രമാത്രം ഉണ്ട്, നിങ്ങൾ എത്ര സോൾഡ് ഔട്ട് ചെയ്തു എന്ന് ട്രാക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൈസിങ് സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എത്രമാത്രം പ്രോഫിറ്റ് കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇൻവെന്ററി സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ എത്രമാത്രം സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു 3 ഘടകങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ബിഗിനിങ് ഓൺവേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മുടെ ഈ ഒരു 19th ഡേ ചലഞ്ചിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ 41 ഡേ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ എല്ലാവരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുവാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് വീട്ടിലിരുന്ന് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഓൺലൈനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ